ഹലോ കിലട്ടറെ ദീപത്തിലേക്ക് സ്വാഗതം. കിലട്ടറെ അങ്ങനെ വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരേ ഒരു കാര്യം മനസ്സിലായി, വില്ലൻ നമ്മളൊക്കെ തന്നെ. മനസ്സിലായില്ലേ? ഇത് സിനിമയുടെ ഡയലോഗ് ഒന്ന് നിങ്ങൾ പെട്ടെന്ന് പറയില്ലടല്ലേ. വേറെ ഒന്നുമല്ല, നമ്മുടെ രാജമാണിക്യം, നമ്മുടെ ബെല്ല രാജിയിലെ. അപ്പൊ ഞാനിതിവിടെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല കിലട്ടറെ. എന്താ ചോദിച്ചാൽ നമ്മുടെ സായി കൃഷ്ണയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഒന്നായി കിലട്ടറ. അങ്ങനെ അവസാനം ശിവനും ശക്തിയും ചേർന്ന മാസ്ഡ എന്ന് പറഞ്ഞ പോലെ അവരൊന്നാവാണ്. വേറെ ഒന്നുമില്ല കിലട്ടറ, ഒന്നായതൊന്നുമില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു പ്രസ് മീറ്റ്, ഒരു കോൺഫറൻസിന് പോയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആൻഡ് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്ന തോളി കൈയിട്ടിട്ട് മറ്റേ അനിയും ഭാവിയും ചേട്ടൻ ഭാവിനെ പോലെ തോളി കൈയിട്ട് വേണ്ടിയില്ലടല്ലേ. ആ രംഗമൊന്നും കാണണമായിരുന്നു. കണ്ടിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എന്താണ് നമ്മുടെ അരിയണ്ണനെ വെച്ച് കുറെ കാശ് ഉണ്ടാക്കിയതാണ്. അരിയണ്ണൻ പറഞ്ഞു നമ്മുടെ ഡോക്ടർ റോബിൻ വെച്ച് കുറെ കാശ് ഉണ്ടാക്കി. എന്നിട്ട് റോബിൻ പറഞ്ഞു ഞാൻ നമ്മുടെ സായി കൃഷ്ണനെ സീക്രട്ട് ഏജന്റ് ഊക്കി വിട്ടു എന്നൊക്കെ പണ്ട് പരസ്പരം ഓരോ ചർച്ചകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലല്ലേ. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ. മനസ്സിലായി. അല്ല അളിയന് മനസ്സിലായത് പോട്ടെ. അതായത് പലരും പോലെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം. റോബിനാണെങ്കിലും റോബിൻ ഇറങ്ങിയ സീസണിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇറങ്ങി ആദ്യം മെസ്സേജ് അയച്ചു. പോവാൻ വേറെ കാര്യമുണ്ട്. ഈ നിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ സാധനം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സീസൺ 4 കഴിഞ്ഞിട്ട് സീസൺ 5 തുടക്കത്തിൽ ഞാൻ ബിഗ് ബോസിൽ പോകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയ സമയത്ത് ഞാൻ റോബിൻ അറിയാൻ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റ് റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റ് അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഈ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും സീസൺ 6ലേക്ക് എന്താ പറയാ സീസൺ 6ലേക്ക് എന്താ പറയാ വൈറ്റായിട്ട് പോകാൻ സാധിച്ചു. പിന്നെ 5 ലക്ഷം അല്ല, 20 ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടത് അല്ലേ? അത് കുഴപ്പമില്ല, 5 ലക്ഷം ആണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. ആൻഡ് ഇതൊക്കെയാണ് ഞാൻ സായിന്റെ കളി കണ്ടിട്ടില്ല, പക്ഷേ ചില വീഡിയോസ് കാണുമ്പോഴത്തേക്ക് രസകരമായിട്ട് തോന്നി. പിന്നെ എസ്പെഷ്യലി പുള്ളിയുടെ വൈഫിന്റെ എന്താ പറയാ എന്താ പറയാ, പക്ഷേ ജെന്യൂൻ ഹസ്ബൻഡ് ആണെന്ന് നോക്കില്ല. അതിൽ ഹാസോ ബിഗ് ഹാസോ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു. റിയാക്ഷൻ ചെയ്യാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു വീഡിയോ അത്രയും നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ആളുകളാണ്. നല്ലൊരു മെസ്സേജ് അല്ലേ? ഞാൻ ബേസിക്കലി അത്രേ പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനപ്പുറം ഈ പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളൊന്നും ആരും തമ്മിലും ഇല്ല. എല്ലാവരും കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് സംസാരിച്ച് റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത്. എന്റെ അടുത്ത് ചേട്ടാ ഞാൻ റോബിനെ പറ്റി നെഗറ്റീവ് കുറെ പറഞ്ഞു. അതൊക്കെ കുഴപ്പമില്ല, ക്ലോസ് ചെയ്യാം. ഇപ്പൊ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണില്ല, എന്നാലും എനിക്ക് തിരുത്താൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഇപ്പം അലവാറില്ല, ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല. അതൊക്കെ പലർക്കും ചിലപ്പോൾ കുറച്ചെങ്കിലും അതൊരു പ്രശ്നമായിട്ട് തോന്നി. ഓരോ മനുഷ്യരും ആയാലും നെഗറ്റീവ് തിരിച്ചറിയുമ്പോഴല്ലേ ഇപ്പൊ സായാലും പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് മാറ്റം സംഭവിച്ചു പറഞ്ഞു. സീസൺ 4 റോബിൻ ഉണ്ടാക്കിയ ഓളം പിന്നീട് ആർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരേ ഒരു സെക്കൻഡ്, ഡോക്ടർ റോബിൻ ആവശ്യം വലിച്ചു കയറി സായി കൃഷ്ണ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു. ആ ഒരു ഓളം ഉണ്ട്. ഓക്കെ ഓക്കെ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. ഇതിലുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിലും പിന്നെ ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ആണെങ്കിലും ആർക്കും സൈബർ ബുള്ളിംഗ് മാക്സിമം ചെയ്യാതിരിക്കുക, ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൽ ഒരുപാട് ഇതേപോലെ നമ്മുടെ ക്യാമറയിൽ ഇപ്പൊ ഇന്നാണെങ്കിൽ സിബിനാണെങ്കിൽ പ്രശ്നം വിളിച്ചിട്ട് അപ്പൊ അതാണെങ്കിൽ ഇടല കണ്ടില്ലേ? എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പ്ലസ് സായി കൃഷ്ണൻ നമ്മുടെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ മീഡിയസ് വരികയില്ല. നമ്മളൊരു പ്രസ് മീറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു അത്യാവശ്യം ഫേമസ് ഒക്കെ നമ്മളൊരു പ്രസ് മീറ്റിന് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും മീഡിയസ് ഒക്കെ വരും. മീഡിയസ് വന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഓരോ സംഭവങ്ങൾ. അവരുടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ പിന്നെ കിലടൽ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. മനസ്സിലായില്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇതെങ്ങനെ നിങ്ങൾ അത് ഒരുമാതിരി ക്വസ്റ്റ്യൻസ് ആണ് കിലടൽ, സത്യം പറയാലോ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അതന്നെ കേട്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയ വഴി നമ്മൾ പലതരം വാർ, ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വാൾ പൈറ്റിനേക്കാൾ വലുതാണ് വാക്ക് പൈറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അതുപോലെ സോഷ്യൽ മീഡിയ വഴി പലതരം ഇങ്ങനത്തെ ഈ ഇങ്ങനത്തെ ഫൈറ്റുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യും, ഇങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ എന്താണ്, അവർ നേരിട്ട് കാണുമ്പോൾ ഹമാര ദോസ്ത് പറഞ്ഞ പോലെ അവരങ്ങനെയാണെങ്കിലല്ലോ, മനസ്സിലായി? അതാരായാലും. പിന്നെ ഡോക്ടർ റോബിൻ പറഞ്ഞ പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി ആരും ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക. സത്യം എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഓക്കെ, കുഴപ്പമില്ല. പ്രശ്നമില്ലാതെ വെറുതെ കണ്ടന്റിനെ റീച്ച് കൂട്ടാൻ വേണ്ടി ഡീഗ്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായി? അത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ട് ഞാൻ യോജിക്കുന്നു. ഇല്ലാടല്ലേ? അപ്പൊ മനസ്സിലായില്ലേ? ശിവനും ശക്തിയും ചേർന്ന മാസ് ഇടാ പറഞ്ഞ പോലെ അവർ രണ്ടുപേരും അങ്ങനെ ഒന്നിക്കുവാണെങ്കിൽ ഇല്ലാടല്ലേ? പക്ഷെ കാര്യമില്ല. ഇപ്പൊ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്വാഭാവികമായി സീക്രട്ട് ഏജന്റ് എടുത്ത് അത് ക്രിട്ടിസൈസ് ചെയ്യും. എന്താ വെച്ചാൽ മൂപ്പയുടെ ജോലി ഏതാണ്?
പുള്ളിക്കാരൻ്റെ ജോലി എത്തണം. അപ്പോൾ അത് ചെയ്യുക വേണം. അപ്പോൾ എനിക്കും അത് പറയാനുള്ള വീഡിയോ. ഇനി തുടർ വീഡിയോസ് വരട്ടെ. നമുക്ക് എന്തായാലും വരുമ്പോൾ നമ്മുടെ ചാനലിട്ട് പഠിക്കാം. അപ്പോൾ അത്ര വീഡിയോ